ജോലി വാഗ്ദാനം നൽകി തട്ടിപ്പ്. ഇത് ഒരുപാട് പ്രാവശ്യം മലയാളികൾ കേട്ട ഒരു വാർത്തയാണ്. ഇത്തരം കബളിപ്പിക്കലുകളിൽ പെട്ടിട്ടുള്ള മലയാളികളുടെ എണ്ണം വളരെ വലുതുമാണ്. ഈ വാർത്തകളിൽ കണ്ടാലും ഇനിയും അവർ അടുത്തൊരു തട്ടിപ്പുമായി ഒരാൾ വന്നാൽ, അതായത് ഇനിയും ഒരു കാർത്തിക വന്നാൽ അവർ അതിൽ വീഴുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ഈ വന്ന കാർത്തിക തന്നെ നാളെ ഈ കേസിൽ നിന്നെല്ലാം വർഷങ്ങളുടെ ഇത് കഴിയുമ്പോൾ ഊരുകയും ഇവൾ പുതിയൊരു ഫേമുമായി വന്നാൽ, അല്ലെങ്കിൽ പുതിയൊരു സ്ഥാപനവുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവളുടെ വലയിൽ തന്നെ ഇനിയും മലയാളികൾ ചെന്നപ്പെടും. കാരണം മലയാളിയുടെ ഒരു എന്താ പറയുക, ഇത്തരത്തിലുള്ള ഒരു ബലക്ഷയത്തെ, അല്ലെങ്കിൽ അവരെ ഇത്തരത്തിൽ പറ്റിക്കാമെന്നുള്ള ഇത്തരക്കാരുടെ തോന്നലുകളാണ് നമ്മൾ മലയാളികൾ ചെന്ന് കുഴിയിൽ വീഴുന്നത്. അത് തിരുത്തേണ്ടത് നമ്മൾ സാധാരണക്കാർ തന്നെയാണ്. അല്ലാതെ ഇതിന് നമുക്ക് ഒരിക്കലും ഒരു സിസ്റ്റത്തെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഇത് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ആളുകളുടെയും മനസ്സിൽ തോന്നേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മുന്നിൽ ഒരു പണം എന്ന് പറയുന്ന ഒരു കാര്യം വെച്ചുകൊണ്ട് ഒരാൾ നമുക്കൊരു ജോലി ഓഫർ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു കെണിയും കൂടി നമ്മൾ തിരിച്ചറിയണം. ഈ കാർത്തിക തന്നെ പറയുന്ന ഒരു വിഷ്വൽ നമ്മൾ കണ്ടതാണ്. നമുക്ക് ആ വിഷ്വൽ ഒന്ന് ആദ്യം കണ്ടിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. തൊഴിൽ തട്ടിപ്പ് കേസ് പ്രതി കാർത്തിക പ്രതി പണം തിരികെ ചോദിച്ചവരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതിന് തെളിവുകൾ ലഭിച്ചു. കാർത്തിക പ്രദീപിന്റെ എന്ന് കരുതുന്ന ശബ്ദ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അറസ്റ്റിന് തൊട്ടു മുൻപുള്ള ഫോൺ കോളാണ് ഇതെന്ന് പോലീസ് കരുതുന്നു. തട്ടിപ്പ് ചോദ്യം ചെയ്തവരോട് രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് കാർത്തികയുടെ പ്രതികരണം. കാർത്തികയുടെ ഫോൺ കസ്റ്റഡിയിലെടുത്ത പോലീസ് കോൾ രേഖകൾ വിശദമായി പരിശോധിക്കുകയാണ്. കാപ്പ കേസ് പ്രതികളെ ഉപയോഗിച്ചാണ് കാർത്തിക പല ഇടപാടുകാരെയും ഭീഷണിപ്പെടുത്തിയിരുന്നതെന്ന് പോലീസ് പറയും. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയുള്ളൂ. അത് എന്റെ മിടുക്ക്. പറ്റിക്കാനായിട്ട് നീക്ക് നിന്നിരുന്നത് എന്തിനാണ്? എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയുകയുള്ളൂ. അത് എന്റെ മിടുക്ക്. പറ്റിക്കാനായി നിങ്ങൾ നിന്നു തരുന്നത് എന്തിനാണ്? പണം തിരികെ ചോദിച്ചയാളോട് കാർത്തിക പ്രതി പറഞ്ഞ വാക്കുകളാണിത്. മേലാൽ മെസ്സേജ് അയക്കരുതെന്നും ഭീഷണിയുടെ സ്വരത്തിൽ യുവതി പറയുന്നു. അതെ, ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തേ, താൻ കൂടുന്നുണ്ടോ? ആയോ, ഞാൻ സ്ഥലം പറഞ്ഞുതരാം. ഒരു സൈഡ് മാത്രം കേട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് താൻ നിൽക്കരുത് കേട്ടോ. ഇത്രയും നാളെ ഞാൻ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ മെക്കട്ടോട്ട് ആവശ്യമില്ലാത്ത കോണയും കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ഏതവനാണെങ്കിലും പറയാനുള്ളത് ഞാൻ അണ്ണാക്കിലടിച്ച് ഞാൻ തരും. ജോലി കിട്ടാതായതോടെ പണം തിരികെ ചോദിച്ചവരെയാണ് കാർത്തിക ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനായി കൊട്ടേഷൻ സംഘങ്ങളെയും കാപ്പ കേസ് പ്രതികളെയും ഉപയോഗിച്ചില്ലേ. ഇതിൽ അവൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ പറ്റിക്കുവാൻ നിന്ന് തന്നിട്ടാണ് ഞാൻ നിങ്ങളെ പറ്റിച്ചത്. എനിക്ക് പറ്റിച്ച് തിന്നാണ് ശീലമുള്ളത്, ഞാൻ അതാണ് ചെയ്തതെന്ന്. തീർച്ചയായിട്ടും അങ്ങനെ വളർന്ന അവൾ ഇനിയും ഇങ്ങനെ തന്നെ ചെയ്യും. ഇതിൽ ഇനിയും കുറെ മലയാളികൾ ചെന്നപ്പെടും. അതായത് ഇത്തരക്കാർക്ക് നിങ്ങൾ തിരിച്ചറിയുക, ഇത്തരം ആളുകൾക്ക് പ്രാദേശികമായിട്ടുള്ള കുറെ ലോക്കൽ നേതാക്കന്മാരും അതുപോലെ തന്നെ കുറച്ച് ഗുണ്ടകളുമായിട്ടൊരു ബന്ധം ഇവർ സ്ഥാപിക്കും ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. അപ്പൊ അത്തരക്കാർ ഇവർക്കൊരു ബാക്കിലൊരു പിന്തുണ ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന നിങ്ങൾ അവരോടുള്ള ജോലിയുടെ കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ അവർ ഭീഷണിപ്പെടുത്തുക തന്നെ ചെയ്യും. കാരണം അവർ ഇത്തരത്തിലുള്ള ഒരു ബാക്കപ്പ് ചെയ്തിട്ടാണ് ഈ പരിപാടിക്ക് അവർ ഇറങ്ങിയിട്ടുള്ളത്. അല്ലാതെ കണ്ണും പൂട്ടി ഒരു നാൾ ഇറങ്ങുന്ന ഒരു ടീം ആയിരിക്കില്ല ഇവരൊക്കെ. ഇവരുടെ ബാക്കിൽ അവർ അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ട് തന്നെയായിരിക്കും ഇവർ ഇത്തരം പ്രവൃത്തികളിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്തരക്കാരുടെ കെണികളിൽ ചെന്ന് വീഴാതിരിക്കുക എന്നുള്ളൊരു കോമൺ സെൻസ് ആണ് ഓരോ മലയാളിയും കാണിക്കേണ്ടത്. അല്ലാതെ നമ്മളുടെ ഈ ഒരു അവസ്ഥയെ ഒരാൾ ചൂഷണം ചെയ്യാൻ വരുമ്പോൾ ആ ചൂഷണത്തിൽ നിന്ന് കൊടുത്തിട്ട് കുറെ നാളുകൾ കഴിയുമ്പോൾ പൈസ കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസ ഏവന്റെങ്കിലും അണ്ണാക്കിക്കൊണ്ട് തിരികെ കൊടുത്തിട്ട് അവസാനം വന്നിരുന്ന് കരയുമ്പോൾ ഒരു ഉത്തരവും കിട്ടാത്തൊരവസ്ഥയിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും. ഇവയിലെല്ലാം കയ്യിൽ നിന്ന് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിലായിരിക്കും നിങ്ങൾ വന്ന് എത്തുക. അപ്പോൾ ഓരോ മനുഷ്യനും തിരിച്ചറിയുക, ഇത്തരം കള്ള നാണയങ്ങൾ, ഈ കാർത്തികയെ പോലുള്ള കള്ള നാണയങ്ങൾ ഇനിയും നമുക്കിടയിൽ തന്നെയുണ്ട്. നമ്മളെ കാർന്ന് തിന്നുവാൻ വേണ്ടി, നമ്മുടെ അവസരങ്ങളെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വപ്നത്തെ അവർ പങ്കിട്ട് തരാമെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കുവാൻ വേണ്ടി ഇത്തരക്കാർ നമുക്കിടയിലുണ്ട്. അവരുടെ ലക്ഷ്യം പൈസ മാത്രമാണ്. അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഏത് പ്രലോഭനങ്ങളും നമ്മളോട് കാണിക്കും. എത്ര സ്വപ്ന വാഗ്ദാനങ്ങളും അവർ നമുക്ക് തരും. ഇതിലൊന്നും പോയി വീണു കൊടുക്കരുത്. ഇതിൽ നിന്നെങ്കിലും ഒരു പാഠം പഠിക്കുക. ഒത്തിരി പാഠങ്ങളായി കഴിഞ്ഞു. ഈ കാർത്തിക എന്ന് പറയുന്ന വിഷയത്തിലെങ്കിലും കുറെ പേരെങ്കിലും പാഠം പഠിക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ ഏവന്റെയെങ്കിലും കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് ഉത്തരത്തിൽ നോക്കിയിരുന്ന് കരയുക മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു സൊല്യൂഷനും ഉണ്ടാവില്ല. നിയമത്തിന്റെ വഴിയിൽ പോയി ഒരുപാട് നാളത്തെ ഫൈറ്റിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇനി ഈ പൈസ തിരിച്ചു കിട്ടാൻ പോകുന്നത്.
അത് നമ്മുടെ നിയമം, നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ ഇനി അടുത്തത് ഈ കേസ് കോടതിയിലേക്ക് പോയി ഒന്ന് വിധി വരുന്നവരെ നിങ്ങൾക്ക് ഇതിന്റെ പിറകിൽ നിൽക്കുക തന്നെ വേണം. കാരണം ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കൊണ്ട് ഒരുത്തിയുടെ കയ്യിൽ ഒരു ഇതുമില്ലാതെ ഒരു ജോലി വാഗ്ദാനം തന്നതിന്റെ പേര് കൊണ്ടുകൊടുത്തതാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ കുറ്റക്കാര് നിങ്ങൾ തന്നെയാണ്. എന്തിനാണ് ഇത്തരം ഫ്രോഡുകളെ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇന്നത്തെ കാലമാണ്, കലികാലമാണ്, തിരിച്ചറിയുക. പിന്നെ അടുത്തൊരു വിഷയമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.